പല സ്കൂളുകളിലും തൊപ്പി ധരിക്കണം, നമ്മളുടെ ഒരു പാരമ്പര്യ സുന്നി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തൊപ്പി ധരിക്കണമെന്ന് യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികളോട് തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു മതവിഭാഗങ്ങളോട് നിങ്ങൾ തൊപ്പിയിട്ട് വരണം, അത് യൂണിഫോമിന്റെ ഭാഗമാണെന്ന് നിഷ്കർഷിക്കാത്തത് നമ്മുടെ ഒരു സോഷ്യൽ ഹാർമണി, മതനിരപേക്ഷ അന്തരീക്ഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ വലിയ തോതിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ലേ. അലി അക്ബർ, ഇപ്പൊ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയം 117 കുട്ടികൾ, മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുട്ടികൾ അവിടെ പഠിക്കുന്നു. അവർ സ്കൂളിന്റെ നിയമാവലി വായിച്ചു നോക്കിയതിനു ശേഷം അവിടെ ചേർന്നതാണ്. അവർ അവരുടെ സുഗമമായ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അതിനിടയ്ക്ക് അധ്യയന വർഷം പകുതി ആയിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു സംഭവം. അപ്പോൾ ചില സംഘടനകളിൽ ചെന്നിട്ട് കുട്ടികളെ അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരെയൊക്കെ മോട്ടിവേറ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അവരെ ഒരു തരത്തിൽ ടെററൈസ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ട് നിങ്ങൾ എന്ത് വിശ്വാസികളാണ്, നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ഹിജാബ് ഇടാതെ സ്കൂളിൽ പറഞ്ഞയക്കുകയാണോ, നിങ്ങൾ ആ സ്കൂളിൽ പോയി ചോദിക്കേണ്ട എന്ന മട്ടിൽ കുട്ടികളുടെ മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കുക, ഇത് ആത്യന്തികമായി സാമൂഹ്യമായി വിഷയങ്ങളിൽ പോറലുണ്ടാക്കുക, അമ്മട്ടിലേക്കൊക്കെ പോകണോ? ഇത് കൃത്യമായി വായിച്ച് മനസ്സിലാക്കാൻ ശേഷിയുള്ള ആളുകളാണല്ലോ അവിടെ കുട്ടികളെ ചേർക്കുന്നത്. അഭിലാഷ്, സ്കൂളിന്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ എന്നതിനെ കുറിച്ച് നമുക്ക് വ്യക്തതയില്ല. നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ നടക്കുന്ന അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള പ്രശ്നമായിട്ടൊന്നല്ല നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടതെന്ന് തോന്നുന്നു. കുട്ടികൾ ഇതുവരെ തലയിൽ തട്ടമിടാതെ പോയി, ഇനി ഒരു ദിവസം മുതൽ തലയിൽ തട്ടമിടണം എന്ന് തോന്നിയിരുന്ന കുട്ടികൾക്ക് അങ്ങനെ പോകാനുള്ള അവകാശമുണ്ടോ ഇല്ലേ എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾക്ക് പ്രസക്തി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഒരു വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനമാകുമ്പോൾ തന്നെ അത് സർക്കാരിന്റെ കൃത്യമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ കൂടി അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. മാത്രമല്ല, അതിനേക്കാളൊക്കെ ഉപരി വിദ്യാലയങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ സാംസ്കാരിക മതനിരപേക്ഷ പാരമ്പര്യത്തെ ഉയർത്തിയെടുക്കേണ്ട, വളർത്തിയെടുക്കേണ്ട, വികസിപ്പിച്ചെടുക്കേണ്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മളൊക്കെയും സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്, കോളേജുകളിൽ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വ്യത്യസ്ത മതവിഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾ, ഏതാണ്ട് ഇപ്പൊ തലയിൽ തട്ടമിട്ട് വരുന്ന കുട്ടികളുടെയൊക്കെ ഇടയിലൂടെ പഠിക്കുകയും വിദ്യാഭ്യാസം നേടുകയൊക്കെ ചെയ്ത ആളുകളാണ് നമ്മൾ. അപ്പൊ നമ്മുടെ മാറി മാറി വരുന്ന രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ വിഭജനം വലിയ തോതിൽ നമ്മുടെ ഇടയിലൊക്കെ ചർച്ച വരുന്നുണ്ട്. ഭക്ഷണത്തെ സംബന്ധിച്ച്, വസ്ത്രത്തെ സംബന്ധിച്ചൊക്കെയുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ മതം പ്രാക്ടീസ് ചെയ്യാൻ, മതത്തിന്റെ ചിഹ്നങ്ങൾ ഇത് പ്രദർശിപ്പിക്കുക എന്നതൊക്കെ വലിയ തോതിൽ ഭീഷണി നേരിടുന്ന ഒരു സാമൂഹിക അന്തരീക്ഷം കേരളത്തിലുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ. അപ്പോ ഒരു തലയിൽ തട്ടമിട്ട് വരുന്ന, അത് വിശ്വാസത്തിന്റെ ഭാഗമാവട്ടെ അല്ലെങ്കിൽ ഒരു സാംസ്കാരിക പാരമ്പര്യത്തിന്റെ ഭാഗമാവട്ടെ, ഞാൻ അങ്ങനെ പറയാം. അവിടെയുള്ള ഒരു പ്രശ്നം, തീർച്ചയായിട്ടും 30 വർഷത്തിലധികമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ്. അവർ ഈ അടുത്ത് കുട്ടികൾ തട്ടമിട്ടത് വിലക്കുകയായിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ വാദത്തിന് പ്രസക്തിയുണ്ട്. പക്ഷെ പണ്ട് മുതലേ അവിടുത്തെ ഡ്രസ് കോഡ് അങ്ങനെയാണ്, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നിയമം, കോടതികൾ നിയമം വ്യാഖ്യാനിച്ചു പറയുന്നത്. കേരള ഹൈക്കോടതിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ മുഹമ്മദ് മുഷ്താഖിന്റെ ബെഞ്ച് പറഞ്ഞത് വിശാല താല്പര്യം സ്കൂൾ മാനേജ്മെന്റിനൊപ്പമാണ്. സ്കൂളിന്റെ വിശാല താല്പര്യത്തിന് മുകളിൽ ഹർജിക്കാരുടെ വ്യക്തിപരമായ അവകാശം നടത്തിക്കിട്ടണം എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല, അങ്ങനെ പറ്റില്ല. സ്കൂളിന്റെ അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ അവകാശങ്ങളാണ് ഇവിടെ വ്യക്തികളായ കുട്ടികളുടെ അവകാശങ്ങളെക്കാൾ വലുത് എന്നുള്ളതാണ് സെറ്റിൽഡ് ആയിട്ടുള്ള നിയമ പൊസിഷൻ. അഭിലാഷ്, ഞാനൊരു പർട്ടിക്കുലർ കേസിനെ എടുത്തുകൊണ്ട് അതിന്റെ ആ ഒരു വാദത്തിന്റെ ഭാഗത്തിൽ നിന്നോട് സംസാരിക്കണമെന്നല്ല വിചാരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് നമ്മുടെ ഒരു സാംസ്കാരിക പരിസരത്ത്, രാഷ്ട്രീയ പരിസരത്ത്, മതനിരപേക്ഷ പരിസരത്ത് നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഇത്തരം വിവാദങ്ങൾ ഉയർന്നു വരേണ്ടതുണ്ടോ എന്ന് ആ സ്കൂളുകൾ നടത്തുന്ന മാനേജ്മെന്റുകൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണല്ലോ. അപ്പൊ ഒരു കുട്ടിക്ക് ഒരു സുപ്രഭാതത്തിൽ ഇനി തലയിൽ തട്ടമിട്ട് വരണമെന്ന് വിചാരിക്കുന്നു, അത് വിശ്വാസത്തിന്റെ ഭാഗമാകാം, അല്ലാതിരിക്കാം. ആ സന്ദർഭത്തിൽ അതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി വ്യാഖ്യാനിക്കുകയും പുറത്തുനിന്നുള്ള അതിതീവ്രമായിട്ട് വിശ്വാസത്തെ കാണുകയും വേറെ രീതിയിലുള്ള രാഷ്ട്രീയ മുതലെടുപ്പുകൾക്ക് വിനിയോഗിക്കാനൊക്കെയുള്ള സന്ദർഭങ്ങൾ യഥേഷ്ടം ഉണ്ടായിരിക്കെ വിശ്വാസത്തിന്റെ ഭാഗമാവട്ടെ അല്ലാതിരിക്കട്ടെ ഒരു കുട്ടിക്ക് ഒരു തലയിൽ തട്ടമിട്ട് വരാനുള്ള സാംസ്കാരിക ആവശ്യത്തെ അല്ലെങ്കിൽ വിശ്വാസപരമായ ആവശ്യത്തെ അനുവദിച്ചു കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ സോഷ്യൽ ഹാർമണിയെ നിലനിർത്താൻ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? അതല്ലെങ്കിൽ നിയമത്തിന്റെ പിൻബലം കൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ 30 വർഷത്തെ പാരമ്പര്യത്തിന്റെ പിൻബലം കൊണ്ടോ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെയോ വിദ്യാർത്ഥിനിയെയോ ഇങ്ങനെ പ്രയാസപ്പെടുത്തേണ്ട ഒരു സാഹചര്യം നമുക്കുണ്ട്? നോക്കൂ, ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം യഥേഷ്ടം സ്കൂളുകൾ നടത്തുന്നുണ്ട്. ആ സ്കൂളുകളിലൊക്കെയും യൂണിഫോമുകളുണ്ട്. ആ യൂണിഫോമിന്റെ ഭാഗമായി തന്നെ ആ സ്കൂളുകളിലൊക്കെയും തട്ടം ഇടണമെന്ന് നിഷ്കർഷിക്കുന്നുണ്ട്. പക്ഷെ ആ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു മതവിഭാഗങ്ങൾ, മുസ്ലിങ്ങളല്ലാത്ത വിദ്യാർത്ഥികൾക്ക് ആ യൂണിഫോം അവിടെ ബാധകമാക്കുന്നില്ല.
അവർ തട്ടുമെട്ട് വരണമെന്ന് അല്ലെങ്കിൽ ശിരോവസ്ത്രം ധരിക്കണമെന്ന് നിഷ്കർഷിക്കുന്നില്ല. പല സ്കൂളുകളിലും തൊപ്പി ധരിക്കണം, നമ്മളുടെ ഒരു പാരമ്പര്യ സുന്നി വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് തൊപ്പി ധരിക്കണമെന്ന് യൂണിഫോം ഇട്ട് വരുന്ന കുട്ടികളോട് തന്നെ പറയുന്നുണ്ട്. പക്ഷെ ആ സ്കൂളുകളിൽ പഠിക്കുന്ന മറ്റു മതവിഭാഗങ്ങളോട് നിങ്ങൾ തൊപ്പിയിട്ട് വരണം, അത് യൂണിഫോമിന്റെ ഭാഗമാണെന്ന് നിഷ്കർഷിക്കാത്തത് നമ്മുടെ ഒരു സോഷ്യൽ ഹാർമണി, മതനിരപേക്ഷ അന്തരീക്ഷം നമ്മുടെ വിദ്യാലയങ്ങളിൽ പിന്നെ വലിയ തോതിൽ നിലനിൽക്കേണ്ടതുണ്ട് എന്ന കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലല്ലേ. അപ്പോ ഒരു പ്രശ്നത്തെ മതവർഗീയമായി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ സ്കൂളിന് പുറത്തുള്ള പിന്നെ വികസനത്തിലേക്ക് അതിനെ കൊണ്ടുപോകാൻ ഒരു സ്കൂളിൽ കുട്ടികൾക്ക് മതനിരപേക്ഷതയുടെ കൂടി ബാലപാഠങ്ങൾ പകർന്നു കൊടുക്കേണ്ട സ്കൂൾ മാനേജ്മെന്റുകൾ അതിന് വഴിവെക്കുകയാണോ വേണ്ടത് എന്നാണ് ആലോചിക്കേണ്ടത്. ശരി.